ആദ്യം കാണിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ ഷേപ്പ് ഇങ്ങനെയൊന്നുമല്ല. കിഷ്കിന്ധാഖണ്ഡം തിയേറ്ററിൽ കാണുമ്പോൾ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സത്യത്തിൽ. വർക്കാണോ അല്ലേ എന്നുള്ളതൊന്നും പിടി കിട്ടില്ല. സത്യത്തിൽ ആൾക്കാരെയൊക്കെയാണ് നോക്കണത്, സൈഡിലുള്ളവരെയൊക്കെയാണ് നോക്കണത്. അത് ആക്ച്വലി ലേറ്റ് ആയിട്ടായിരുന്നു പടത്തിൽ റിവീൽ ചെയ്തിരുന്നത്. അത് ആരാന്നറിയില്ല, തീ കത്തിക്കുന്നത് ആരാന്നറിയില്ല. അതായത് അപർണയ്ക്ക് മനസ്സിലാവുന്നത് പോലെ ഓഡിയനും മനസ്സിലാവുമായിരുന്നുള്ളൂ. ഇതിപ്പോ ഓഡിയന് നേരത്തെ മനസ്സിലാവും, അപർണയ്ക്ക് ലേറ്റ് ആയിട്ടാണ് മനസ്സിലാവുന്നത്. പ്രവീണയുടെ അനിയൻ ചെയ്ത ക്യാരക്ടർ, ഷെബിൻ ചെയ്ത ക്യാരക്ടറിന്റെ സീനിൽ കുറച്ച് ലാഗ് ഉണ്ട് ആ സീക്വൻസിൽ. അതായത് ജഗദീഷ് ചേട്ടന്റെ റിവീലിങ്, അതുപോലെ ഈ അപ്പുപിള്ളയുടെ തിരിച്ചുവരവ്, അപ്പുപിള്ള അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയം, ഈ ഏരിയകളിലൊക്കെ എഡിറ്റിൽ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. ഫസ്റ്റ് കട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് വിട്ടുപോയി. എനിക്ക് ഒരു 3-4 മാസം നമ്മൾ ഇതായിട്ടൊരു ബന്ധമില്ലായിരുന്നു. യൂട്യൂബ് ആഡ്സ് ഒക്കെ അങ്ങനെ റൺ ചെയ്യണത് ഈ പറഞ്ഞ 5 സെക്കൻഡിൽ താഴെയുള്ള ഡ്യൂറേഷനിലാണ്. അതിനുള്ളിൽ എന്താണ് കണ്ടന്റ് എന്നുള്ളത് ഓഡിയന് മനസ്സിലാവണം. അപ്പോൾ ആ ഒരു സൈക്കോളജി എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും സിനിമയിലും നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടി വരും. അതായത് ഓഡിയനെ ഈ 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓഡിയന് ശ്രദ്ധിക്കാനുള്ളൊരു സാധനം കൊടുക്കേണ്ടി വരും. നമ്മൾ സോഫ്റ്റ്വെയറുകൾ ഉറപ്പായിട്ടും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്തിരുന്ന FCP ഫൈനൽ കട്ട് പ്രോ എന്നുള്ള സോഫ്റ്റ്വെയർ ആയിരുന്നു. ഇപ്പോൾ അതുമാതിരി ഡാവിഞ്ചി റിസോൾവിലാണ് നമ്മൾ ചെയ്യുന്നത്. എഡിറ്റർ സൂരജ് GS ആണ് ദ ക്യൂ സ്റ്റുഡിയോയിൽ. നമസ്കാരം. നമസ്കാരം. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിന് മൊത്തം ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സമയത്താണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെ കണ്ടൊരു സാധനമായിരുന്നു, കിഷ്കിന്ധയുടെ ഫസ്റ്റ് ഡേ. അതായത് പുള്ളി ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോകുന്നു. അന്ന് തിയേറ്ററിൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഷോ നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഷോ ക്യാൻസൽ ചെയ്തിട്ട് ഇന്നലെ പുള്ളി അതേ തിയേറ്ററിൽ ബുക്കിംഗ് നോക്കുമ്പോൾ ഹൗസ്ഫുള്ളായൊരു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കിഷ്കിന്ധ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഭയങ്കര ഭീകരമായ റൈറ്റപ്സ് ആയിരുന്നു, റിവ്യൂസ് ആയിരുന്നു, ഡീറ്റെയിൽഡ് അതിൻ്റെ ഫുള്ള് പിഴിഞ്ഞ രീതിയിലുള്ള സ്ട്രക്ചറും ഡീറ്റെയിൽഡ് റിവ്യൂ ഒക്കെ വരുന്നു. ഇതിൽ എപ്പോഴും ഇപ്പം ദിൻജിത്ത് ആയാലും ഇതിൻ്റെ റൈറ്റർ സിനിമാറ്റോഗ്രാഫർ ബാഹുൽ ആയാലും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് സൂരജിൻ്റെ ഒരു ഈ കഥയിലുള്ളൊരു അസോസിയേഷൻ, അതായത് എഡിറ്റർ എന്നുള്ള രീതിയിൽ മാത്രമല്ല സ്ക്രീൻ പ്ലേ സ്ട്രക്ചറിൽ തന്നെയുള്ള ഒരു അസോസിയേഷൻ. എങ്ങനെയായിരുന്നു സൂരജ് ഈ കഥ ആദ്യം ഇവർ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്? ആരിൽ നിന്നാണ് ആദ്യം കേൾക്കുന്നത്? അവിടെ തൊട്ടുള്ളൊരു യാത്ര? ഇവർ രണ്ടുപേരും കൂടി തന്നെയാണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ മുന്നത്തെ പ്രൊജക്റ്റിൽ, അതായത് കക്ഷിമണി പിള്ളയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ എനിക്ക് 2022 ആദ്യമോ അല്ലെങ്കിൽ ആ സമയത്താണ് തുടങ്ങണത്. നമ്മൾ 3 സ്ഥലത്താണ്. ദിൻജിത്ത് ചെന്നൈയിലാണ്, ബാഹുൽ തലശ്ശേരിയാണ്, ഞാനിവിടെ എറണാകുളത്ത് വരുന്നിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് നമ്മളുടെ കൺസേൺസ് പറയുന്നു. അപ്പോൾ കുറച്ചുകൂടി വലിപ്പമുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുണ്ടായിരുന്നു സ്ക്രിപ്റ്റ്. അതായത് ബാഹുൽ ഡോക്കിൽ എഴുതുന്ന കൂട്ടത്തിൽ? അതെ. ആദ്യം എഴുതി ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞ് നമുക്ക് വായിക്കാൻ തന്നു. വായിച്ചിട്ട് ദിൻജിത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്നിട്ട് അത് എന്നോട് പറയാതെ, അതല്ല, ദിൻജിത്തിന്റെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എന്നോട് പറയുന്നില്ല. വായിച്ചിട്ട് എൻ്റെ എന്താണ് ഒപ്പീനിയൻ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നു. അങ്ങനെ രണ്ടുപേരെയും കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു വേറെ തീരുമാനം ഉണ്ടാവുന്നു, എവിടെയെങ്കിലുമൊക്കെ ട്രിം ചെയ്യണോ എന്നുള്ള തീരുമാനം ഉണ്ടാവുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഇത്. അതെ. ഫസ്റ്റ് ഡ്രാഫ്റ്റ് പറയുമ്പോൾ അതായത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും മൊത്തത്തിലുണ്ടായിരുന്നു. സൂരജിന്റെ റെസ്പോൺസ് എന്തായിരുന്നു ഫസ്റ്റ് ഡ്രാഫ്റ്റ് വായിച്ചിട്ട് ശരിക്കും? അതെ, അതായത് കഥ നമുക്ക് എഡിറ്ററെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ആ സിനിമ ഫുൾ എൻജോയ് ചെയ്ത് കാണാന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ വായനയാണ്. പിന്നെ നമ്മൾ ഇൻഡിവിജ്വലി ഓരോ സീൻ വർക്ക് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രക്ചറിലാവുന്നു. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഒരു ഓഡിയൻ അതെങ്ങനെ കാണുന്നു എന്നുള്ള ആ പരിപാടി നമുക്ക് മിസ്സാവും. ഇപ്പോൾ അത് നമുക്ക് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം അറിയുന്നത് കൊണ്ട് ഫുൾ റീസെറ്റ് ആയിട്ട് കാണൽ പ്രാക്ടിക്കൽ അല്ലല്ലോ. അതായത് അങ്ങനെ ഒരു ഫ്രഷ് ആയിട്ട് കാണൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. അപ്പോൾ ആദ്യത്തെ വായനയിൽ നമുക്ക് കിട്ടുന്ന തോന്നലുകൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് സേവ് ചെയ്ത് വെക്കണം. കാരണം പിന്നെ നമ്മുടെ കാഴ്ചകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. അതായത് എഡിറ്റിൻ്റെ സമയത്ത്, അത് കഴിഞ്ഞിട്ട് സൗണ്ട് എഫക്ട്സിൽ, RRൻ്റെ സമയത്ത്, മിക്സിൽ, ഇങ്ങനെ കണ്ടിന്യൂസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കില്ലേ. അത് കഴിഞ്ഞ് ലാസ്റ്റ് സെൻസറിൻ്റെ സമയത്തും, അത് കഴിഞ്ഞ് ക്യൂബിൽ ലോഡ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഇത് ശരിക്കും കിഷ്കിന്ധാഖണ്ഡം തിയേറ്ററിൽ കാണുമ്പോൾ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സത്യത്തിൽ. വർക്കാണോ അല്ലേ എന്നുള്ളതൊന്നും പിടി കിട്ടില്ല. സത്യത്തിൽ ആൾക്കാരെയൊക്കെയാണ് നോക്കണത്, സൈഡിലുള്ളവരെയൊക്കെയാണ് നോക്കണത്.
അപ്പോൾ എന്നെ സംബന്ധിച്ച് വായന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. ഫസ്റ്റ് റീഡിങ്ങിൽ നമുക്ക് തോന്നുന്നതായിരിക്കും ഒരു പക്ഷേ ഓഡിയനും തോന്നുന്നത്. സിനിമ കാണുമ്പോൾ ഇന്ന ഏരിയയിലാണ് ലാഗ്, ഇന്ന ഏരിയയിലാണ് അതിൻ്റെ നല്ല വശങ്ങളുള്ളതെന്ന് തോന്നുന്നത് അപ്പോഴായിരിക്കും. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇപ്പോൾ സൂരജ് വായിക്കുന്ന ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്ന് ഒരു ഭീകരമായൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഇപ്പോൾ പ്രീ ഷൂട്ടിലുള്ള ലോക്ക്ഡ് സ്ക്രിപ്റ്റിലേക്കൊക്കെ ചേഞ്ച് എന്ന് വെച്ചാൽ ട്രിം ആവുകയാണ് ചെയ്തത്. സ്ട്രക്ചറിലും മൊത്തമായിട്ട് നെറേറ്റീവ് ചേഞ്ച് അങ്ങനെയൊന്നും ഉണ്ട്. സ്ട്രക്ചറിലും അതായത് ചില ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പോൾ അതിൽ അമൃതലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, പുള്ളിയുടെ എപ്പിസോഡ് ആക്ച്വലി ഇങ്ങനെ ആടി നിന്നിരുന്നതായിരുന്നു. അതായത് അത് ലാസ്റ്റ് ഫൈനൽ ട്രിമ്മിങ്ങിൽ ആ എപ്പിസോഡ് ഒഴിവാക്കിയായിരുന്നു. പിന്നെ അത് അവസാനം ഷൂട്ട് തുടങ്ങിയതിന് ശേഷം ഡിസൈഡ് ചെയ്തതാണ്. അതായത് അത് തിരിച്ചു കൊണ്ടുവരാം, കാരണം അതിനൊരു ആവശ്യമുണ്ട്, ലാസ്റ്റ് എപ്പിസോഡുകൾക്ക് ആ ക്യാരക്ടർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നതായിരുന്നു. അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ള കുറച്ച് സീക്വൻസുകളുണ്ട്. അത് വീണ്ടും ഷൂട്ടിൽ വീണ്ടും അല്ല ഇത് ഈ സീക്വൻസ് തിരിച്ചു വന്നതാണ്. അതുപോലെ ഒഴിവാക്കിയിട്ടുള്ള സീക്വൻസുകളുണ്ട്. ഈ പോലീസിങ് ഇപ്പൊ ബാഹുൽ സംസാരിക്കുമ്പോഴും പറഞ്ഞത് പോലീസിങ് എന്നുള്ളത് സെക്കൻഡ് ഹാഫ് നിന്ന് ഭയങ്കര കുറച്ച് പോവാം. കാരണം എല്ലാവർക്കും ഫസ്റ്റ് ഹാഫ് കണ്ട് കഴിയുമ്പോൾ ഏറ്റവും അവരുടെ കൺവിക്ഷൻ പോയിന്റ് വരുന്ന സെക്കൻഡ് ഹാഫിൽ പോലീസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം പോലീസിന്റെ ഇൻവോൾവ്മെന്റ് നെറേറ്റീവ് ഒഴിവാക്കാം. പക്ഷെ എന്നാൽ പോലീസിന്റെ ഒരു സ്ക്രീനിൽ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോലീസിന്റെ അവിടെ ഇവിടെയൊക്കെ ഇതുണ്ടായിരുന്നു. ഇതല്ലാതെ ഇപ്പൊ പറഞ്ഞില്ലേ ഈ ട്രിം ചെയ്തു എന്നുള്ളതൊക്കെ പറഞ്ഞില്ലേ, ഇതിൽ പോലീസിങ്ങിന്റെ ഭാഗം കൂടെ ട്രിം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ നെറേറ്റീവ് പോയിട്ടുണ്ടോ? ഇല്ല, അത് ഷൂട്ടിൽ തന്നെ അവര് ഒഴിവാക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ എഡിറ്റിംഗിൽ നമ്മൾ ട്രൈ ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ തീ കത്തിക്കുന്ന പോർഷൻസ് ഉണ്ടല്ലോ, അത് ആക്ച്വലി ലേറ്റ് ആയിട്ടായിരുന്നു പടത്തിൽ റിവീൽ ചെയ്തിരുന്നത്. അത് ആരാന്നറിയില്ല, തീ കത്തിക്കുന്നത് ആരാന്നറിയില്ല. അതായത് അപർണയ്ക്ക് മനസ്സിലാവുന്നത് പോലെ ഓഡിയനും മനസ്സിലാവുമായിരുന്നുള്ളൂ. ഇതിപ്പോ ഓഡിയന് നേരത്തെ മനസ്സിലാവും, അപർണയ്ക്ക് ലേറ്റ് ആയിട്ടാണ് മനസ്സിലാവുന്നത്. അപർണ സെക്കൻഡ് ഹാഫിലാണല്ലോ കണ്ടുപിടിക്കുന്നത് ഇത് ആരാ ചെയ്യണേന്നുള്ളത്, തീ കത്തിക്കുന്ന ആരാന്ന്. അത് ശരിക്കും സ്ക്രിപ്റ്റിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അത് പിന്നെ എഡിറ്റിൽ വന്നിട്ടുള്ള ചേഞ്ചാണ്. അതായത് ബാഹുലും ദിഞ്ജിത്തും ഒക്കെ തന്നെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ പിടിച്ചു വെച്ചിട്ട്, മീൻസ് ഇതൊരു ഭയങ്കര ത്രില്ലർ പരിപാടിയിലേക്ക് പോകണ്ട, നാച്ചുറലി ആരാന്നുള്ളത് ആദ്യം തന്നെ കാണിച്ച്, അപ്പോൾ ഓഡിയന് വേറൊരു പെർസ്പെക്റ്റീവിനും കിട്ടുകയാണ്. അപർണയ്ക്ക് അറിയാത്തതും ഓഡിയൻ അറിയുന്നതും എന്ന് പറയുന്ന വേറൊരു ട്രാക്ക് ഉണ്ടാവുകയാണ് അവിടെ. അപ്പൊ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എഡിറ്റിൽ ഉണ്ടായിട്ടുള്ളതാണ്. തീ കത്തിക്കുന്ന ആരാന്ന് നമ്മൾ പോലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ബിൽഡപ്പ് കൂടും എന്ന്. അതെ. അപ്പൊ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ പിന്നെയും കൂടും ശരിക്കും പറഞ്ഞാൽ, രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഫിലിം തുടങ്ങി ഒരു 20 മിനിറ്റിന്റെ ഉള്ളിലൊക്കെ തന്നെ നമ്മൾ ആദ്യത്തെ സീക്വൻസ് റിവീൽ ചെയ്യും. ഈ തീ കത്തിക്കുന്ന സീന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഇതേ സീന് പല ആവർത്തി റിപ്പീറ്റ് ആയി വരുന്നുണ്ടല്ലോ, തീ കത്തിക്കുന്നത് അതേ സീക്വൻസ് തന്നെ പല ആവർത്തി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൺഫ്യൂഷൻസോ ഇപ്പൊ എഡിറ്റില് എന്താണ് ഇതിന്റെ ഒരു കോൺഫ്ലിക്റ്റിംഗ് പോയിന്റ് വരിക? കാരണം ഇത് റിപ്പീറ്റഡ് ആവുന്നുണ്ടോ, ഇത് ആൾക്കാർക്ക് സ്പൂൺ ഫീഡ് ആവുന്നുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ. നമ്മൾ ക്ലൈമാക്സിൽ പർപ്പസ്ഫുള്ളി കുറച്ച് റിപ്പീറ്റുകൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, പുള്ളിയുടെ ഒരു സൈക്കിള് കാണിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ എന്താ പറയാ, ഒരു പോയിന്റിൽ സിനിമ നിൽക്കാതെ മ്യൂസിക് പ്ലേക്ക് വേണ്ടിയിട്ടും കുറച്ച് സ്പേസ് വെച്ചിട്ടുണ്ടായിരുന്നു എഡിറ്റിൽ. അതായത് ഒരു ഇമോഷണൽ കണ്ടന്റ് ആണ്, അപ്പൊ അതിന് ഒരു സമയം കിട്ടണം, ആൾക്കാർക്ക് ഒന്ന് എന്താ പറയാ അതൊന്ന് വർക്ക് ആവാനുള്ള സമയം വേണം. അതെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ, അതായത് യൂസ് ചെയ്ത ഷോട്ട്സ് തന്നെ കുറച്ച് റിപ്പീറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തവണ കണ്ട ഷോട്ട് തന്നെ വീണ്ടും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ അങ്ങനെ എഡിറ്റിൽ തീരുമാനിച്ചിട്ടുള്ള തന്നെയാണ് അത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ത്രില്ലർ സിനിമകളിൽ ഇപ്പൊ ഇത് കിഷ്കിന്ദ കണ്ടം പ്യുവർലി നിങ്ങൾ സട്ടിലിറ്റി പിടിച്ച് ആദ്യം തന്നെ അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാം. ത്രില്ലർ സിനിമകൾ വർക്ക് ചെയ്യുമ്പോൾ എഡിറ്റിൽ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ, അതോ അതായത് ഇപ്പോൾ ഫോർമാറ്റോ റെഫറൻസസോ ഒക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ട് ചെയ്ത് ഇങ്ങനെ വെക്കാറുണ്ടോ, അതോ ഏതൊരു സിനിമ പോലെ തന്നെയാണ് ത്രില്ലർ? അല്ല, ത്രില്ലറിന് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഈ ടെൻഷൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ രാക്ഷസനൊക്കെ കാണുമ്പോൾ അറിയാം, നമ്മളെ ഇങ്ങനെ അറിയാതെ അതിലേക്ക് ഇന്നാക്കുകയും ഒപ്പം ടെൻഷൻ കൂട്ടുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് ശരിക്കും, സാധാരണ സിനിമ പോലെയല്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ത്രില്ലർ അല്ല, ആക്ഷൻ സിനിമകൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഈസിയാന്ന് തോന്നിയിട്ടുണ്ട്. എഡിറ്റിംഗ് വൈസ് കുറച്ചും കൂടി ഈസിയാന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഇമോഷൻ ഹാൻഡിൽ ചെയ്യലാണ് എന്നെ സംബന്ധിച്ച് കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കോമഡി ആണെങ്കിലും അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് ആണ് കുറച്ചും കൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ആക്ഷൻ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ടെക്നിക്കൽ പരിപാടിയാണ്.
അപ്പോൾ ഇത്തരം സിനിമകൾക്കാണ് കുറച്ചുകൂടി സമയം വേണ്ടി വരിക എന്ന് തോന്നിയിട്ട്. പക്ഷെ പണി കൂടുതൽ ശരിക്കും ആക്ഷൻ സിനിമ. ഉറപ്പായിട്ടും ആക്ഷൻ സിനിമ എന്ന് പറയുമ്പോൾ ഈ മൾട്ടിപ്പിൾ ക്യാമറാസ് വരും, അതുപോലെ അതെ കായികാധ്വാനം കൂടുതലാണ്. ക്ലൈമാക്സ് റിവീലിംഗ് ആ സീക്വൻസ് എടുക്കുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക ഒരു ഹിറ്റ് ആൻഡ് മിസ് കേസ് ഒക്കെ പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഇപ്പം നേരത്തെ ബിൽഡപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇതുപോലെ ഇപ്പോഴും നിങ്ങൾ ബിൽഡപ്പ് മാക്സിമം നിങ്ങൾ കുറച്ച് സട്ടിലായിട്ട് തന്നെ പിടിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ട് സെക്കൻഡ് ഹാഫിൽ ഓക്കെ ഈ കുട്ടിയുടെ ഈ സീക്വൻസ് വരുമ്പോൾ ഓക്കെ ഇതായിരുന്നു കാരണം, അതായത് നമ്മുടെ ബിൽഡപ്പിനനുസരിച്ചുള്ള കോസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നം ഉണ്ടല്ലോ, അത് നിങ്ങൾക്കിടയിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു? ഇല്ല, അത് ചെറുതായി പോയിന്ന് തോന്നിയിട്ടില്ല. നമുക്ക് ഉണ്ടായിരുന്ന പേടി അത് എന്താ പറയുക കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് അത് ഓഡിയൻ എങ്ങനെ എടുക്കും എന്നുള്ളതായിരുന്നു. അതായത് ഇപ്പൊ പൊതുവെ നമുക്കിപ്പോൾ തമാശ സിനിമകൾക്കാണല്ലോ കൂടുതൽ ഇത് കിട്ടുന്നത്. അപ്പോൾ അത് കൂടുതൽ ഡാർക്ക് ആവുമോ എന്നുള്ളതായിരുന്നു പേടി. കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ഇതിനേക്കാൾ കുറച്ചുകൂടി ഡാർക്ക് എലമെന്റ്സ് ഉണ്ടായിരുന്നു പടത്തിൽ. അപ്പോൾ അതൊക്കെ ട്രിം ഡൗൺ ചെയ്തു. ഈ ഏരിയ നമുക്ക് പക്ഷെ തൊടാൻ പറ്റില്ല, അതത്രയും ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. അതിൽ വേറെ സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല. റിവീലിംഗ് പോർഷൻസിന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ ബാഹുലും ദിൻജിത്തും സൂരജും ഒക്കെ ഇരിക്കുന്ന മുജീബും ഒക്കെ ഇരിക്കുന്ന ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ഒരു ടീമുണ്ടല്ലോ, ഇവരുടെ ഇടയിലുള്ള ഡിസ്കഷൻസ് എന്താ? കാരണം ഇത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ സ്പൂൺ ഫീഡായി പോവാം, ഒരു പോയിന്റ് കുറഞ്ഞാൽ ചിലപ്പോൾ ഇൻഫർമേഷൻ കൊടുക്കൽ ഭയങ്കര കുറഞ്ഞു പോവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ അതുപോലെ റിവലേഷൻ പോയിന്റിന്റെ ഫ്ലാഷ് ബാക്ക് രീതിയിൽ പോകണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രക്ചർ ഫോളോ ചെയ്യണോ എന്നൊക്കെ തരത്തിലുള്ള ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു റിവലേഷൻ പോയിന്റിന്റെ മൊത്തം നിങ്ങളുടെ ഡിസ്കഷൻസ്? റിവലേഷൻ പോയിന്റിൽ ഈ പറഞ്ഞ പോലെ അപർണയുടെ ചില ഡയലോഗുകളൊക്കെ വോയിസ് ഓവർ പോലെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് അത് ഈ പറഞ്ഞ സംശയത്തിന്റെ പുറത്തായിരുന്നു. അതായത് അത് ക്ലിയർ ആയില്ലെങ്കിലോ അതല്ലെങ്കിൽ അതിൻ്റെ റീസണിങ് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എന്താ പറയുക നെഗറ്റീവ് കറക്റ്റ് അല്ല എന്ന് തോന്നിയെങ്കിലോ എന്ന് വെച്ചിട്ട് അപർണയുടെ വോയിസിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഫൈനലിൽ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിലൊന്ന് രണ്ട് നിഴൽ രവിയുടെ ഒരു ഡയലോഗൊക്കെ ആൾക്ക് ഓർമ്മയുള്ളത് എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ചില ഡയലോഗുകളൊക്കെ ഈ നരേഷൻ ഒന്നുകൂടി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള. അവിടെ ഇപ്പോൾ ഈ റിലേഷൻ സീക്വൻസിൽ ബാക്ക് സ്റ്റോറിയുടെ ഉള്ളിൽ വീണ്ടും ഒരു ബാക്ക് സ്റ്റോറി ആയിരുന്നു. അതായത് ആസിഫ് അലി കഥ പറയുന്നു, അതിനുശേഷം ആസിഫ് അലിയുടെ വൈഫ് വീണ്ടും ആ ബാക്ക് സ്റ്റോറിക്ക് ഉള്ളിൽ എന്ത് നടന്നത്, ഇതൊക്കെ വരുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആക്കുകയാണല്ലോ. ഒന്നാമത് സ്ട്രക്ചർ ഭയങ്കര കോംപ്ലക്സ് ആണ്, സ്ക്രീൻ പ്ലേ കോംപ്ലക്സ് ആണ്. അതിൻ്റെ ഇടയിൽ ഈ ഫ്ലാഷ് ബാക്കിൻ്റെ ഉള്ളിൽ വീണ്ടും ഫ്ലാഷ് ബാക്ക്, അത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളുണ്ടായിരുന്നു. സാധാരണ ഒരു ഫ്ലാഷ് ബാക്കിന്റെ ഉള്ളിൽ വേറെ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് ലോജിക്കലി കുറച്ച് പ്രശ്നമാണ്. ഒരാൾ പറയുന്ന കഥയാകുമ്പോൾ അത് കുറച്ച്, പക്ഷെ ഇതില് മേജർ രവിയുടെ എപ്പിസോഡിലാണ് ആദ്യം വരുന്നത്. ഒരു സ്റ്റോറി പറഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. അതായത് ആസിഫ് അലി പറയുന്നു പണ്ട് മേജർ രവി വന്ന സമയത്ത്. അത് പക്ഷേ നമുക്ക് സിനിമാറ്റിക്കലി കാണുമ്പോഴൊന്നും നമുക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല. പിന്നെ അതൊരു ഡയലോഗ് സീക്വൻസും അല്ലല്ലോ, എല്ലാം ഒരു വേറൊരു വോയിസ് ഓവറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു വേറൊരു മ്യൂസിക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ആ ഇൻസിഡൻറ്റ് മനസ്സിലായാൽ മതി. അതിൽ ഈ പറഞ്ഞ കാലഘട്ടം മാറുന്നതൊന്നും അങ്ങനെ നമ്മൾ പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തിട്ടുമില്ല. അപ്പോൾ അതിന് എന്താ ടോൺ വൈസ് മാറ്റി പിടിക്കാനോ ഒരു കാലത്തിൽ നിന്ന് വേറൊരു കാലത്തിലേക്ക് പോകുമ്പോൾ മാക്സിമം സ്മൂത്തായിട്ട് തന്നെ പോകാനാണ് ശ്രമിച്ചേക്കണത്. എനിക്ക് കിഷ്കിന്ദാണെന്ന് തോന്നിയ ഇപ്പോൾ എഡിറ്റിംഗ് പെർസ്പെക്റ്റീവ് എനിക്ക് തോന്നിയൊരു കാര്യം, അത് ശരിയാണെന്ന് അറിയില്ല, സെക്കൻഡ് ഹാഫിൽ എഡിറ്റിങ്ങിൻ്റെ ടെമ്പോ ഒരു പൊടിക്ക് ഫസ്റ്റ് ഹാഫിനെക്കാട്ടിലും ഒരു പൊടിക്ക് ഫാസ്റ്റ് ആക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതായത് ഫസ്റ്റ് ഹാഫിൽ കുറച്ചുകൂടെ ഒരു ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിലെ എസ്റ്റാബ്ലിഷിംഗ് സീക്വൻസും ഈ ക്യാരക്ടറിൻ്റെ ഡൈനാമിക്സ് ഒക്കെ അറിയേണ്ട ഒരു അവസ്ഥയും കൂടെ ആയിരിക്കാം. കുറച്ചുകൂടെ ബ്രീത്തിങ് സ്പേസ് ഫസ്റ്റ് ഹാഫിൽ കൊടുത്ത് സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു പൊടിക്ക് പാക്ഡ് ആയ അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടോ ശരിക്കും, അതോ അത് നാച്ചുറലി വന്നു പോയ അങ്ങനെ? അല്ല, അത് സീക്വൻസുകൾക്ക് അങ്ങനെ ഒരു പേസിന് വ്യത്യാസം ഉണ്ട് ശരിക്കും. അതായത് അത് എഴുത്തിലുള്ള പേസിന്റെ വ്യത്യാസം, എഡിറ്റിലായിട്ട് അങ്ങനെ ഒരു പേസ് വ്യത്യാസം പിടിക്കാന്നൊരു ചിന്തയുണ്ടോ? അല്ല, ഇപ്പൊ ഫസ്റ്റ് ഹാഫിലത്തെ സീക്വൻസുകൾ ശരിക്കും പറഞ്ഞാൽ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. അതായത് തോക്ക് മിസ്സിങ്, കല്യാണം എന്നൊക്കെ പറയുന്നത് ഗ്രാജുവലി ഇന്നാവാനുള്ള ഒരു സമയം നമ്മൾ വെച്ചിട്ടാണ്. ഇപ്പൊ എന്നോട് ചോദിച്ചായിരുന്നു മറ്റേ പ്രവീണയുടെ അനിയൻ ചെയ്ത ക്യാരക്ടർ, ഷെബിൻ ചെയ്ത ക്യാരക്ടറിന്റെ സീനിൽ കുറച്ച് ലാഗ് ഉണ്ട് ആ സീക്വൻസിൽ. മീൻസ് എന്നോട് ആഡ്ലിയാണ് ചോദിച്ചത്, വിപിൻ ആഡ്ലിയാണ് ചോദിച്ചത്, അതെന്താ നിങ്ങൾ അങ്ങനെ ആ സീക്വൻസ് അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ പർപ്പസ്ഫുള്ളി കുറച്ച് ലാഗ് വെച്ചിട്ടുണ്ട്.
അപ്പൊ അറിയുന്നില്ല, അതായത് ഇയാൾ ആരാണെന്നും പ്രവീണ എന്ന് പറയുന്നത് ആരാണെന്നും ഒന്നും പറയുന്നില്ല. അപർണയോട് ക്യാരക്ടറിനോട് പറയുന്നുണ്ട് ഇത് പ്രവീണയുടെ അനിയനാണെന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷെ അവർക്ക് അവിടെ സംസാരിക്കാൻ സബ്ജക്റ്റ് ഒന്നുമില്ല സത്യത്തിൽ. കുറച്ച് സമയം എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു നാച്ചുറൽ മീൻസ് അങ്ങനെ സമയം കീപ്പ് ചെയ്ത് വെച്ച് തന്നെയാണ്. പിന്നെ ആ മുഖം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. പിന്നെ വീണ്ടും ഇപ്പൊ നമ്മൾ ഒരു റീവാച്ച് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ റീവാച്ചിൽ വീണ്ടും കുറച്ചുകൂടെ ഡൈമെൻഷൻസ് പിന്നെ ഇതേമാതിരി ഈ റിലേഷൻഷിപ്പ്, ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് റിവീൽ ചെയ്യുന്ന ഫസ്റ്റ് ഹാഫിൽ ഒരു സീൻ ഉണ്ടല്ലോ, അതായത് ഫോട്ടോഗ്രാഫേഴ്സ് നിൽക്കുന്ന ആ ഒരു സീന്, അതിലും ഇതേമാതിരി ഒരു നെറേറ്റീവ് ഉണ്ട്. നമുക്ക് അതുവരെ ഒരു പിടി കിട്ടുന്നില്ല. അപർണയും ആസിഫും എങ്ങനെ കണ്ടുമുട്ടിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഈ അപർണ എന്തുകൊണ്ടാണ് വന്നത്, അങ്ങനത്തെ ഒക്കെ, പ്രവീണ ആരാ, അതുപോലെ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സീനും അതുപോലെ ഇത് കുറച്ച് വൈകിപ്പോയി അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ആക്കണോ, അങ്ങനത്തെ ഒക്കെ സാധനം ഉണ്ടായിരുന്നു. ഇല്ല, അത് ആക്ച്വലി ഈ പറഞ്ഞ ഇവരുടെ കല്യാണം കഴിഞ്ഞ 2ാമത്തെ ദിവസമാണ് ശരിക്കും NGO കോൾ എന്ന് പറയുന്ന സീക്വൻസ് ഉണ്ടല്ലോ. അത് ശരിക്കും സെക്കൻഡ് ഡേയോ മറ്റാണ്. അതായത് ആദ്യത്തെ നൈറ്റ് ചേട്ടനായിട്ടുള്ള സംഭാഷണം, ആസിഫും അപർണയും ചേട്ടനായിട്ടുള്ള സംഭാഷണം, അത് ഇനി സെക്കൻഡ് നൈറ്റിലാണ് അത് വരുന്നത്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു അത് കറക്റ്റ് പൊസിഷൻ തന്നെയാണെന്ന് തോന്നുന്നു. ഇന്റർ കട്ട്സ് എപ്പോഴും ത്രില്ലറിൽ ഒരു സക്സസ്ഫുൾ ഫോർമാറ്റാണ്. പക്ഷെ പൊതുവേ ഇന്റർ കട്ട്സ് നമ്മൾ കാണുന്നത് ക്ലൈമാക്സിലെ റിവീലിംഗ്, അല്ലെങ്കിൽ ആ റിവീലിംഗ് ഹൈ കിട്ടുന്ന സമയത്താണ് ഇന്റർ കട്ട്സ് പൊതുവേ ത്രില്ലർ ഫോർമാറ്റിൽ കണ്ടുവന്നത്. ഈ സിനിമയിൽ ഇന്റർ കട്ട് ഒരു സ്ഥലത്ത് ഉപയോഗിച്ചത് ഈ ക്ലൈമാക്സ് റിവീലേഷനൊക്കെ തൊട്ട് മുമ്പുള്ള ഒരു പോർഷനാണ്. അതായത് ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ്. അതായത് അപ്പുപിള്ള എന്നുള്ള ക്യാരക്ടറിനെ പോലീസ് കോൺഫിസ്കേറ്റ് ചെയ്യുന്നു. കോൺഫിസ്കേറ്റ് ചെയ്യേണ്ട പാരലലി അപർണ അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. വീടിൻ്റെ ഉള്ളിൽ അപ്പുപിള്ളയുടെ റൂമിൽ പോകുന്നു, അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അവിടെ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് കാണുന്നു. ഈ ഇൻവെസ്റ്റിഗേഷൻ പാരലി നടന്ന് അപ്പുപിള്ളേനെ പോലീസ് വിട്ടയച്ച് വീട്ടിൽ നിന്ന് വന്ന് ഈ റൂമിലേക്ക് എത്തുമ്പോഴാണല്ലോ ഈ സീൻ, ഈ നരേറ്റീവ് ഫിനിഷ് ആകുന്നത്. ഈ സീന് എഡിറ്റിലാണോ സ്ക്രിപ്റ്റിലാണോ, എന്താണ് ഇതിന്റെ? സ്ക്രിപ്റ്റ് തന്നെ ഇങ്ങനത്തെ പാറ്റേൺ? സ്ക്രിപ്റ്റിൽ ഈ സീൻ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഏരിയയിൽ എഡിറ്റിൽ കുറെ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ജഗദീഷ് ചേട്ടന്റെ റിവീലിങ്, അതുപോലെ ഈ അപ്പുപിള്ളയുടെ തിരിച്ചുവരവ്, അപ്പുപിള്ള അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയം, ഈ ഏരിയകളിലൊക്കെ എഡിറ്റിൽ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ ഈ ഓർഡർ ആയിരുന്നില്ല. ജഗദീഷ് ചേട്ടന്റെ റിവീലിംഗ് ഒന്നും ഇത്ര ഏർലി ആയിരുന്നില്ല. അത് എഡിറ്റിൽ ഇങ്ങനെ 2-3 രീതിയിലൊക്കെ പരീക്ഷിച്ച് നോക്കി. അതെല്ലാം ബാഹുലും രഞ്ജിത്തും ഇവര് ഇവിടെ നിന്ന് എഡിറ്റ് ഷൂട്ടിൽ നിന്ന് പോയിട്ട് രാത്രി മുഴുവൻ വീണ്ടും ഇതിൽ തന്നെയാണ് അവര്. അപ്പൊ അങ്ങനെ കണ്ട് പിന്നത്തെ ദിവസം വന്ന് വീണ്ടും ട്രൈ ചെയ്യും. അങ്ങനെ ഇപ്പോഴുള്ള ഓർഡറിൽ അങ്ങനെ എത്തിയതാണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്ന അവസ്ഥയുണ്ടോ? നിങ്ങൾ ഇത് തന്നെ ഇങ്ങനെ റോൾ ചെയ്തിരിക്കുകയാണല്ലോ, നിങ്ങൾ ഇതന്നെ ആലോചിച്ചിരിക്കുകയാണല്ലോ, നിങ്ങൾ ക്രിയേറ്റേഴ്സും കൂടെയാണല്ലോ. നിങ്ങളൊരു പോയിന്റ് കഴിഞ്ഞ് ചിലപ്പോൾ ഇത് കട്ടാവുമല്ലോ, ഇത് വർക്കാണോ, ഇത് കൂടി പോകുന്നുണ്ട്, അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, എനിക്ക് ഈ സമയം കിട്ടിയതിൻ്റെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് ശരിക്കും. അതായത് ഫസ്റ്റ് കട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് വിട്ടുപോയി. എനിക്ക് 3-4 മാസം നമ്മൾ ഇതായിട്ടൊരു ബന്ധമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രിമ്മിങ്, പിന്നെ ഡബ്ബൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ട്രിമ്മിങ്. അപ്പോൾ നമുക്കൊരു ഫ്രഷ് പരിപാടി, കുറേ കാലം കാണാണ്ടിരുന്നിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഫ്രഷ്നെസ് കിട്ടിയായിരുന്നു. പിന്നെ ഉള്ളതെല്ലാം എനിക്ക് തോന്നുന്നു ഒരുമിച്ച് തന്നെ നടന്നു. ഈ പറഞ്ഞ ഫൈനൽ ട്രിമ്മിങ് പരിപാടികളെല്ലാം ഒരുമിച്ച് തന്നെ നടന്നു. എനിക്ക് തോന്നുന്നു സമയമെടുത്ത് ചെയ്യുന്നതിന്റെ ഗുണം ഉണ്ടെന്ന് തോന്നുന്നു. സൂരജിന്റെ കരിയർ സ്റ്റാർട്ടില് ശരിക്കും എഡിറ്റർ എന്നുള്ള രീതിയിൽ തന്നെയാണോ ഫിലിമിനെ അപ്രോച്ച് ചെയ്തത്, അതോ പ്രോപ്പർ എഡിറ്റർ ആയിട്ട് തന്നെയാണ് കരിയർ? മീൻസ് ഞാൻ ആക്ച്വലി ആദ്യം പ്രോഗ്രാമർ ആയിരുന്നു. പഠിച്ചത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആയിരുന്നു. അത് കഴിഞ്ഞ് ലാൽ മീഡിയയിലായിരുന്നു ആദ്യത്തെ ഒരു 6 വർഷം. ലാൽ മീഡിയ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് സിനിമകളിൽ അസിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വി സാജൻ എന്നുള്ള എഡിറ്ററുടെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് കയ്യൊപ്പിലൊക്കെ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2009 ഞാൻ അവിടെ നിന്ന് ലാൽ മീഡിയയിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ കുറേ കാലം സിനിമയായിട്ട് വലിയ ബന്ധങ്ങളില്ലായിരുന്നു. പരസ്യമാണ് അന്നും ഇന്നും ഞാനിപ്പോഴും പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നത്തെ ഒരു 3-4 കൊല്ലം സിനിമയായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഇതുപോലെ സ്റ്റുഡിയോയിലേക്ക് വൈകുന്നേരം ചായ കുടിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിന്നീന്ന് ജിബിച്ചേട്ടൻ്റെ കാറ് വരുന്നു. ജിബിച്ചേട്ടൻ പറഞ്ഞു, എടാ നീ ഫ്രീ ആണോ ചോദിച്ചു ഒരു ദിവസം. അപ്പോൾ അതെ ഫ്രീ ആണ്, എന്നാ ഒരു കഥ പറയാം എന്നിട്ട് അങ്ങനെയാണ് വെള്ളിമൂങ്ങയുടെ കഥ പറയുന്നത്. എനിക്കാണ് 2ാമത് തിരിച്ച് സിനിമ ട്രാക്കിലേക്ക് വരുന്നത് വെള്ളിമൂങ്ങയിലാണ്. മുന്തിരിവള്ളികളും ഒക്കെ ജിബിച്ചേട്ടൻ്റെ ഇതുവരെയുള്ള എല്ലാ പടങ്ങളും ചെയ്തു. ഇത്രയും വർഷത്തെ ഈ ട്രാവൽ ഉണ്ടല്ലോ, ഈ ട്രാവലിൽ ഇപ്പോൾ ഒരു
മാക്സിമം ഒരു 3 to 4 years ആയിട്ട് ഈ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ ലൈഫിലായാലും കോണ്ടന്റിലായാലും സിനിമയിലായാലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും അഫക്റ്റഡ് ആവുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യത വരുന്നത് എഡിറ്റ് പാറ്റേണിലാണല്ലോ. അതായത് ഇപ്പം ഞങ്ങളെ നോക്കുകയാണെങ്കിൽ ഞങ്ങളൊരു കോണ്ടന്റ് ചെയ്യുമ്പോൾ ഓക്കെ 5 seconds ഹുക്ക് ചെയ്യണം, അല്ലെങ്കിൽ 15 seconds ആൾക്കാർ ഹുക്ക് ചെയ്യണം, എന്നാലേ അത് പൂർണ്ണമായിട്ട് കണ്ടിരിക്കാൻ പറ്റും. ഇത് പയ്യെ അതായത് ആദ്യം ഓക്കെ ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം നിൽക്കുന്ന സംഭവമാണ്. OTT ഒക്കെ വന്നിട്ട് ഇത് മെല്ലെ മെല്ലെ സിനിമയിലേക്കും കൂടെ വരാൻ തുടങ്ങി. ഇപ്പൊ സിനിമയിൽ തന്നെ ചില സിനിമകൾ നമ്മൾ കാണുന്നുണ്ട് ഭയങ്കര സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ട് ഇത്ര സമയത്ത് ഒരു ഹുക്ക് പോയിന്റ്, ഇത്ര സമയത്ത് മറ്റൊരു ഹുക്ക് പോയിന്റ്, ആ രീതിയിലുള്ള എഴുത്തിലെ സ്ട്രക്ചർ തന്നെ നമ്മൾ കണ്ടൊരു സക്സസ്ഫുൾ ഫോർമാറ്റായ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എഡിറ്റില് ഈ അപ്ഡേഷൻസ് എങ്ങനെയാണ്, ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്, എന്തായിരിക്കും? അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു 30 സെക്കൻഡിനുള്ളിൽ ഒരാൾ മൊബൈൽ എടുത്ത് നോക്കുന്ന പറയണത്. നമ്മുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കും, 30 സെക്കൻഡൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ യൂട്യൂബ് ആഡ്സ് ഒക്കെ അങ്ങനെ റൺ ചെയ്യണതും ഈ പറഞ്ഞ 5 സെക്കൻഡിൽ താഴെയുള്ള ഡ്യൂറേഷനിലാണ്. അതിനുള്ളിൽ എന്താണ് കണ്ടന്റ് എന്നുള്ളത് ഓഡിയന് മനസ്സിലാവണം. അപ്പോൾ ആ ഒരു സൈക്കോളജി എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും സിനിമയിലും നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടി വരും. അതായത് ഓഡിയനെ ഈ 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓഡിയന് ശ്രദ്ധിക്കാനുള്ള ഒരു സാധനം കൊടുക്കേണ്ടി വരും നമ്മൾ. ഇപ്പോൾ സ്ട്രക്ചറലി ഇപ്പോൾ ഒരു 2ാമത്തെ 3ാമത്തെ സീനിലൊക്കെ തൊട്ട് ഓഡിയനെ സിനിമയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സംഗതി അത് നമ്മൾ പരമാവധി റീഡിങ് സമയത്ത് പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു ഹുക്ക് പരിപാടി നമ്മൾ എന്തായാലും വർക്ക് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതിന് നേരെ വിപരീതമായിട്ടാണല്ലോ കിഷ്കിന്ധയിലും ഈ പറഞ്ഞ എനിക്ക്. പക്ഷെ കിഷ്കിന്ധയില് 2ാമത്തെ സീൻ തൊട്ട് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട് എന്നുള്ളതായിരുന്നു. ഇപ്പൊ ആദ്യത്തെ മാരേജ് സീക്വൻസ് ആണെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഈ തോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി വരുമ്പോൾ തന്നെ പ്ലസ് എലക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം അതിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്നാവാനുള്ള ഒരു കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഈ ടെക്നിക് വൈസ് ഇപ്പോൾ സോഫ്റ്റ്വെയറിലും ഇങ്ങനത്തെ അപ്ഡേഷൻസ് നടത്തുന്നുണ്ടോ? സൂരജ് എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എങ്ങനെയായിരിക്കും? അങ്ങനെ സോഫ്റ്റ്വെയറുകൾ ഉറപ്പായിട്ടും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്തിരുന്ന FCP ഫൈനൽ കട്ട് പ്രോ എന്നുള്ള സോഫ്റ്റ്വെയർ ആയിരുന്നു. ഇപ്പോൾ അതുമാതിരി ഡാവിഞ്ചി റിസോൾവിലാണ് നമ്മൾ ചെയ്യണത്. അതിലും ഈ പറഞ്ഞ AI അപ്ഡേഷൻസ് ഒക്കെ ധാരാളം വരുന്നുണ്ട്. പ്രീമിയറിലാണെങ്കിലും ഓട്ടോ എഡിറ്റ്, മൾട്ടി ക്യാമറ ഒക്കെ ശരിക്കും ഓട്ടോ എഡിറ്റും ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. ശരി, ഈ ഇപ്പം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് പറയുന്നത് ഭയങ്കര ബാധ്യതയായിട്ട് വരാൻ സാധ്യതയുണ്ടോ? കാരണം ഇതൊരു ഓർഗാനിക് ഫ്ലോ ഉണ്ടല്ലോ സിനിമയ്ക്ക് ഒരു ഓർഗാനിക് ഫ്ലോ ആണ്. സിനിമ ഒരു കണ്ടന്റിന് അപ്പുറം ഒരു ലൈഫും പറയുന്ന ഒരു നെറേറ്റീവ്, ഒരു ആർട്ട് ഫോമും കൂടെയാണല്ലോ. അല്ല, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാരെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഗതി കാണാൻ വേണ്ടിയിട്ട് സിനിമയിൽ നിന്ന് കിട്ടുന്ന വേറൊരു ഫീലാണ്. നമ്മൾ മൊബൈലിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പരിധി വിട്ട് ബാധ്യതയാവാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. അറ്റൻഷൻ പിടിച്ചു വാങ്ങുക എന്നുള്ളതാണ് നമുക്ക് അല്ലാതെ ഇപ്പൊ പ്രൊഫഷണൽ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ സിനിമ കാണുന്നുണ്ടല്ലോ, സിനിമ വ്യൂയിങ് സമയത്തും ഇത് അഫക്ട് ചെയ്യാറുണ്ട്. സിനിമ വ്യൂ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എഡിറ്റ് പാറ്റേൺ മാത്രം നോക്കിയിട്ടാണ് സിനിമ അങ്ങനെ? അല്ല, ഞാൻ ബേസിക്കലി കണ്ടന്റിൽ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ടെക്നിക്കൽ കാര്യങ്ങൾ ശ്രദ്ധിക്കൽ ഭയങ്കര മീൻസ് ഞാൻ ഫുൾ കഥയിലാണ്. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട് മറ്റേ ഗൗതം മേനോന്റെ നടുനിസൈനാക്കൾ എന്നുള്ള ഫിലിം ഉണ്ടായിരുന്നല്ലോ, അത് കണ്ടിട്ട് പിന്നത്തെ ദിവസം ആരോ പറഞ്ഞപ്പോഴാണ് പടത്തിൽ RR എന്നുള്ളത് മനസ്സിലാവണത്. കാരണം നമ്മൾ അത്ര അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ആയിപ്പോവും ചിലപ്പോൾ. ഈ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ VFXന്റെ ഒരു ഇൻകോർപ്പറേഷൻ കൂടി ഉണ്ടല്ലോ. അതിലിപ്പോൾ കിഷ്കിന്ധയിൽ ഇപ്പോൾ ഹിഡൻ ആയിട്ടാണെങ്കിലും VFX ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് സീക്വൻസിൽ. എഡിറ്റർ VFX ആ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. VFXന് നമ്മൾ എഡിറ്റ് ചെയ്ത ഏത് പോർഷനൊക്കെ കൊടുക്കുക, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അതെങ്ങനെയായിരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ? സാധാരണ നമ്മൾ എഡിറ്റ് ലോക്കായി കഴിഞ്ഞാൽ DOPയും നമ്മളും ഡയറക്ടർ വരുന്നിട്ട് VFX വേണ്ട സീക്വൻസുകൾ മാർക്ക് ചെയ്യും. ഇപ്പം ചില സീക്വൻസുകൾ ഇപ്പോൾ കോമ്പോസിറ്റ് ചെയ്യേണ്ട സീക്വൻസൊക്കെ നമുക്ക് ഡമ്മി എഡിറ്റ് സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അല്ലെങ്കിൽ ഡമ്മി വേറെ എന്തെങ്കിലും പിക്ചർ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഡമ്മി ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ വെച്ചിട്ട് എഡിറ്റിൽ തന്നെ നമ്മൾ ബേസിക് സാധനങ്ങളൊക്കെ എഡിറ്റിൽ തന്നെ വെച്ച് പോകും. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഫോളോയിങ് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടൈമിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ഡൈനാമിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡമ്മി എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്തിട്ട് പോകും. ദെൻ എന്താ പറയുക, ഇത് മൊത്തം മാർക്ക് ചെയ്യുമ്പോൾ പണ്ടത്തെ പോലെ അല്ല. ആദ്യം സിനിമയിൽ VFX ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നല്ലോ. ഫിലിമിൽ ചെയ്യുന്ന കാലത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഇപ്പോൾ പിന്നെ ഡിജിറ്റലായി ഇപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീൻസ് എസെൻഷ്യലായി ആ പരിപാടി. എല്ലാ സിനിമയിലും മസ്റ്റായിട്ടും കുറേ ക്ലീനപ്പുകൾ ഉണ്ടാവും, അതുപോലെ കുറേ എക്സ്റ്റൻഷൻസ് ഉണ്ടാവും. അതൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പോൾ ലാസ്റ്റിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇരുന്നിട്ടൊന്ന് ഷോർട്ട് വൈസ് മാർക്ക് ചെയ്യും. മൊത്തം സിനിമയിൽ ഇത്രയും ഷോട്ടുകൾ ഉണ്ടെന്ന് മാർക്ക് ചെയ്തിട്ട്
അതിൻ്റെ കണ്ടന്റ് നമ്മൾ VFX ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ആ കണ്ടന്റും അതിൻ്റെ ഒപ്പം അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷനും വെച്ച് അവർക്ക് കൊടുക്കും. അവരുടെ VFX വർക്ക് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് VFX വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രിവ്യൂ എഡിറ്റിലേക്ക് തരും. അത് നമ്മൾ എഡിറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടാണ് RRനും ഇതിനൊക്കെ പോകുന്നത്. അവരുടെ ഫൈനൽ കണ്ടന്റ് പോകുന്നത് നേരെ DIയിലേക്ക് ആയിരിക്കും. DIയിലേക്ക് പോയി DI എന്നാണ് പിന്നെ. പക്ഷെ ആ ടൈമിൽ ഇപ്പോൾ ടൈം ലൈൻ വ്യത്യാസം വരാനും ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ അത് ബാധിക്കുമോ? ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ നോർമലി ട്രിമ്മിങ് ആണെങ്കിൽ നമ്മൾ അവരെ ഇൻഫോം ചെയ്യില്ല. അത് എഡിറ്ററുടെ ചുമതലയാണ്. മീൻസ് അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. എക്സ്റ്റൻഷൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രോസസ്സ് എല്ലാം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അഡീഷണൽ ആഡ് ഓൺ വരുന്ന പരിപാടികളെല്ലാം വീണ്ടും DIയിലൊക്കെ പോയിട്ട് തന്നെ പോകണം VFXൽ. കിഷ്കിന്ധയിലെ ഒരു ഏതായിരിക്കും പോർഷൻ അങ്ങനെ VFX ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത ഒരു പോർഷൻ? കിഷ്കിന്ധയിൽ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ കോമ്പോസിറ്റുകൾ ഉണ്ടായിരുന്നു കുറേ. അതുപോലെ ക്ലീനപ്പുകൾ അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. മേജർ സീക്വൻസ് പിന്നെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ കാണിക്കുന്ന ആ ഇലക്ഷൻ്റെ ഒരു വണ്ടി പോകുന്ന സീക്വൻസിൽ അതിൻ്റെ ബാക്കിലൊരു എന്താ പറയുക ഒരു പശ്ചിമഘട്ടം പോലെ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. ആക്ച്വലി അത് അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ മൂഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് സീനിൻ്റെ ആംബിയൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം യൂസ് ചെയ്യുന്നത്. അതുപോലെ പോലീസ് സ്റ്റേഷൻ്റെ ആദ്യം കാണിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ ഷേപ്പ് ഇങ്ങനെയൊന്നും അല്ല. അപ്പോൾ അതൊക്കെ VFXൽ ചെയ്തിട്ടുള്ളതാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ കിഷ്കിന്ധാണ്ടം ഇനിയുള്ള യാത്രയും അടിപൊളിയാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.